ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇന്നലെ ചേട്ടായി പുഴയിൽ പോയപ്പോൾ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വന്ന മീനാട്ടോ ഇത്. ഇതിൽ കുറച്ച് പള്ളത്തിയുണ്ട്. ഇതാണ് ആരോൻ, 2 ആരോനുണ്ട്. ഇതൊരു വലിയ മീനുണ്ട്. ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇപ്പോൾ ആദ്യം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ മുള്ളൊക്കെ ഉണ്ട്, നല്ല മുള്ളാട്ടോ. ഇതൊക്കെ കൈ കൊണ്ടു കഴിഞ്ഞാൽ മുറിയും. അപ്പോൾ ഈ മുള്ളെല്ലാം നമുക്ക് കത്രികയ്ക്ക് വെട്ടി, മുള്ള് മാത്രം. അപ്പോൾ അതാ നമ്മൾ മുള്ള് വെട്ടി കളയാൻ പോവുകയാണേ. മുള്ള് വെട്ടിയിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഇത് കണ്ടോ, ഇതിൻ്റെ മുള്ള് കൈ കൊണ്ട് നല്ല വേദനയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുള്ള് വെട്ടി ക്ലീനാക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്, വാലും മുള്ളും ഒക്കെ കളഞ്ഞിട്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ആരോൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുള്ള് കൈക്കൊണ്ടു, ഇതിൻ്റെ മുള്ള് കേട്ടോ, ഭയങ്കര മുള്ളാണ്. കാണാൻ പറ്റുന്നില്ലെങ്കിലും നല്ല ബലമാണ് മുള്ളിന്. അപ്പോൾ ആ മുള്ള് വെട്ടിക്കളയണം. നമ്മൾ ചാരം ഇട്ടിട്ടുണ്ട്. മീനിനി ഈ ചാരത്തിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യും. ഇങ്ങനെ കാണിച്ചാലാട്ടോ എൻ്റെ വഴുക്കൽ പോവുള്ളൂ. കണ്ടോ, അപ്പോൾ അതേ നമ്മൾ മീനിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കറിയായിട്ട് വെക്കുന്നില്ല കേട്ടോ, വറക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ വറക്കാനുള്ള പരിപാടിയാണ്. ആദ്യം മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ കുറച്ച് മുളക് പൊടി, അടുത്ത കുറച്ച് ഉപ്പ് ഇടണേ, പാകത്തിന് ഉപ്പ്. ഇത് കുരുമുളക് പൊടിയാണ്. ഇവിടുത്തെ കുരുമുളക് തന്നെ പൊടിച്ചെടുത്താണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യണേ. മസാലയെല്ലാം മിക്സ് ചെയ്തിട്ടത് നമ്മൾ എണ്ണയിലിട്ട് വറക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ.